നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷാരോൺ രാജ് വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതിന് പിന്നാലെ പ്രതികരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥയും കാസർഗോഡ് ജില്ലാ പോലീസ് ചീഫുമായ ടി ശിൽപ. വിധിയിൽ സന്തോഷമുണ്ടെന്നും പ്രോസിക്യൂഷന്റെയും ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെയും വിജയമാണിതെന്നും ശിൽപ. ഷാരോൺ രാജ് വധക്കേസിലെ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നതായി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനും കാസർഗോഡ് DCRB ഡിവൈഎസ്പിയുമായ KJ ജോൺസൺ. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക മാത്രമല്ല, കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താനും അന്വേഷണ സംഘത്തിന് സാധിച്ചുവെന്നും ജോൺസൺ. ഷാരോണിന് നീതി ലഭിച്ചത് ജിന്നുമയെയും സംഘത്തെയും കുടുക്കിയ KJ ജോൺസന്റെ അന്വേഷണ മികവിൽ. കാസർഗോഡ് പോലീസിന്റെ അഭിമാനമായി DCRB ഡിവൈഎസ്പി. KPSTA റവന്യൂ ജില്ലാ സമ്മേളനം പാലക്കുന്ന് നടന്നു. ഇടതു സർക്കാർ 8.5 വർഷം പൂർത്തിയാക്കുമ്പോൾ കേരളത്തെ കടക്കിണിയിലാക്കിയെന്ന് സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൾ മജീദ്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്ക് സമരം. തൃക്കരിപ്പൂരിലെയും പിലിക്കോട്ടെയും സ്ഥാപനങ്ങളിൽ പ്രചാരണ ക്യാമ്പയിൻ നടന്നു. KSTU സംസ്ഥാന സമ്മേളനം കാസർകോട്ട് പുരോഗമിക്കുന്നു. പ്രതിനിധി സമ്മേളനം ഹാരിസ് പീരാൻ MP ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഷാരോൺ രാജ് വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതിനു പിന്നാലെ പ്രതികരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥയും കാസർഗോഡ് ജില്ലാ പോലീസ് ചീഫുമായ ടി ശിൽപ. വിധിയിൽ സന്തോഷമുണ്ടെന്നും പ്രോസിക്യൂഷന്റെയും ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെയും വിജയമാണിതെന്നും ശിൽപ പ്രതികരിച്ചു. അന്വേഷണ സമയത്ത് നിരവധി പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. ഗ്രീഷ്മ കേസ് വഴിതെറ്റിക്കാൻ പലതവണ ശ്രമിച്ചു. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ച് തെളിവ് ശേഖരിച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകുവാനായെന്നും ടി ശിൽപ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഗ്രീഷ്മ കേസിൽ വധശിക്ഷ വന്നു. ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. ഇത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ജയമാണ്, പ്രോസിക്യൂഷൻ്റെ ജയമാണ്. ഇത് ഒരാളുടെ ജയമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊരു ടീം എഫേർട്ടാണ്. ഈ കേസ് രജിസ്റ്റർ ആയ സമയത്തിൽ നമ്മൾ ADGP ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ സർ, IG പ്രകാശ് സർ, DIG നിശാന്തിനി മാഡം, ഞാനും പിന്നെ നമ്മളെ DSPമാർ അഡീഷണൽ SP സുൽഫിക്കർ, DSP ജോൺസൺ, റാഷിദ്, പിന്നെ മൊത്ത ടീമിൽ അന്നത്തെ ദിവസം നമ്മൾ SIT ഫോം ചെയ്ത സമയത്തിലുണ്ട് എല്ലാ ആൾക്കാരും ചെയ്ത ഒരു സിൻസിയർ ഫോളോപ്പും പിന്നെ ഒരു മെറ്റിക്കുലസ് അന്വേഷണത്തിന് റിസൾട്ടാണെന്ന് ഞാൻ പറയാൻ പറ്റും. സോ ഇതിൽ ഈ ഒരു വേർഡിക്റ്റ് വന്നതിൽ ഈവൻ പബ്ലിക് പ്രോസിക്യൂട്ടർ വളരെ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ട് വളരെ മെറ്റിക്കുലസായി അവർ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. സോ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കോടതി നമുക്ക് നല്ലൊരു ജഡ്ജ്മെൻറ്റ് തന്നിട്ടുണ്ടെന്ന്. ഏറ്റവും ബുദ്ധിമുട്ടായ കാര്യം എന്തായിരുന്നു? കുറേ ചാലഞ്ചസ് നമുക്ക് വന്നു. ഇനീഷ്യലി ഗ്രീഷ്മ കറക്റ്റായി നമുക്ക് പറയുന്നില്ലായിരുന്നു. മിസ്ലീഡിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നു. കുറേ കാര്യങ്ങൾ ഇനീഷ്യലി നമ്മൾ അന്വേഷണം തെറ്റിദ്ധരിക്കാൻ ശ്രമിച്ചു. പിന്നെ നമ്മൾ സീനിയർ ഓഫീസേഴ്സ് അതിൽ ഇൻ്റർവീൻ ചെയ്തിട്ട് എല്ലാവരും ആ കാര്യം എന്താണ് കറക്റ്റായ കാര്യമായി നോക്കി എക്സാമിൻ ചെയ്ത ശേഷം എവിഡൻസ് കളക്ട് ചെയ്തിട്ട് അവളെ ക്വസ്റ്റ്യനിങ് ചെയ്ത ശേഷം അവൾ ബ്രേക്കായി. സോ ഇനീഷ്യലി കുറച്ച് ചാലഞ്ചസ് വന്നു. പക്ഷെ നമുക്ക് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം എവിഡൻസസ് കളക്ട് ചെയ്തിട്ട് നന്നായി അന്വേഷണം കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അമ്മാവന് 3 വർഷമാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ ഒപ്പം തന്നെ അമ്മയെ വെറുതെ വിട്ടിരിക്കുന്നു. അതിൽ ഇനി കോടതി സമീപിക്കുക എന്താണ് നടപടികൾ? നമുക്ക് നോക്കാം. അതിൽ ഇപ്പോൾ ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ട് ഇനി അതിൽ എന്തൊരു അപ്പീൽ സ്കോപ്പ് ഉണ്ടെങ്കിൽ നോക്കി നമ്മൾ അപ്പീൽ ചെയ്യും. ഷാരോൺ രാജ് വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നതായി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനും കാസർഗോഡ് DCRB ഡിവൈഎസ്പിയുമായ KJ ജോൺസൺ. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക മാത്രമല്ല, കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താനും അന്വേഷണ സംഘത്തിന് സാധിച്ചു. ഒരു ക്രിമിനൽ ആസൂത്രണം ചെയ്യുന്നത് പോലെ വളരെ ആസൂത്രിതമായാണ് ഗ്രീഷ്മ കൊലപാതകം നടത്തിയത്. അതിനാൽ തന്നെ ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന ന്യായീകരണം അംഗീകരിക്കാനാവില്ല എന്ന കോടതിയുടെ പ്രസ്താവന വളരെ പ്രസക്തമാണെന്നും KJ ജോൺസൺ കൂട്ടിച്ചേർത്തു. പ്രോസിക്യൂഷൻ്റെ എല്ലാ വാദങ്ങളും ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചാണ്. വധശിക്ഷ തന്നെ മാക്സിമം പണിഷ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ച് തന്നെയാണ്. അപൂർവമായ കേസ് തന്നെയാണ് എന്ന് ഉള്ള രീതിയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദം അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പ്രതീക്ഷിച്ചിരുന്നു. കോടതി പ്രത്യേകം അഭിനന്ദിക്കുന്നുണ്ട് അന്വേഷണ സംഘത്തെ. ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിനായെന്ന് കോടതി പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെ, അത് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക മാത്രമല്ല, ഈ കുറ്റകൃത്യത്തിലേക്ക് ഓരോന്നായിട്ട് കണക്ട് ചെയ്യുന്നതിലും പോലീസ് വിജയിച്ചു. അതിൻ്റെ നമ്മുടെ ടീം വർക്കിൻ്റെ വിജയം തന്നെയാണ്. തിരുവനന്തപുരം റൂറൽ SP ആയിരുന്നു, ഇപ്പം എൻ്റെ കാസർഗോഡ് SP ആയിരുന്ന റൂറൽ SP മാഡം ശില്പ മാഡം ആയിരുന്നു അന്ന് SP.
അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന പോലീസുകാർ, സൈബർ പോലീസുകാർ, ഇവരെല്ലാം തന്നെ രാത്രി പകൽ എന്ന പോലെ ജോലി ചെയ്തിട്ടാണ് ഇതിനുള്ള എല്ലാവിധ തെളിവുകളും നമ്മൾ കൊണ്ടുവന്നു. ഈ ജ്യൂസ് ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ആ വീഡിയോൻ്റെ പുറകെ പോയി അതിൻ്റെ അന്വേഷണ ഘട്ടമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജ്യൂസ് കൊടുത്ത ആ കടയിലുള്ള ഒരു പ്രായമുള്ള ആളായിരുന്നു, അയാളെ നമ്മൾ സാക്ഷിയാക്കിയിരുന്നു. അതുപോലെ തന്നെ മറ്റ് ഇതിൻ്റെ സാമ്പിളും മറ്റും കളക്ട് ചെയ്തിരുന്നു. അയാളെ തന്നെ നമ്മൾ കോടതിയിൽ സാക്ഷിയാക്കിയിട്ട് പ്രസൻറ്റ് ചെയ്തിരുന്നു. അന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ കോടതിയിൽ ഒരു മാറ്റവും കൂടാതെ അദ്ദേഹം പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതൊക്കെ വ്യക്തമായിട്ട് കോത്തിണക്കാൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതെ, വളരെയധികം തെറ്റിദ്ധരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. കോടതി നിരീക്ഷണം നടത്തിയതുപോലെ ഇത് ആദ്യത്തെ കുറ്റകൃത്യമല്ല ചെയ്തത്. ഇതിനു മുമ്പ് തന്നെ ആസൂത്രിതമായിട്ട് ഈ കുറ്റകൃത്യത്തിലേക്ക് പലതും പരാജയപ്പെട്ടിട്ട് അവസാനം വിജയിച്ച ഒരു കുറ്റകൃത്യമാണ് ഈ കഷായം കൊടുത്ത് കൊല്ലുക എന്നുള്ളത്. അപ്പം എങ്ങനെ പോലീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യുമ്പോൾ നേരിടണമെന്നും എങ്ങനെ അന്വേഷണത്തെ വഴിതിരിച്ചു വിടണം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ച് ആലോചിച്ചുറപ്പിച്ച് അതിന് കൂട്ടത്തിലുള്ള ആളുകളെ ഉപയോഗിക്കാൻ വരെ ശ്രമിച്ചിരുന്നു. ഒരു കുടുംബത്തിലൊരു ബന്ധുവായ ഒരു യുവതിയെ ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പോലീസിനോട് പറയണമെന്ന് ചട്ടം കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ഒരു ഓട്ടോ ഡ്രൈവറെ കൊടുത്തപ്പോഴും അയാൾക്ക് ഇങ്ങനത്തെ അസ്വാസ്ഥ്യം ഉണ്ടായി എന്ന് തെറ്റായി പറഞ്ഞിരുന്നു. അയാൾക്ക് പക്ഷേ കൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഗ്രീഷ്മ ചെയ്തിരുന്നു. ഒരു ക്രിമിനൽ ആയിട്ടുള്ളൊരു വ്യക്തി വളരെ പ്ലാൻഡായിട്ട് ഒരു ക്രൈം ചെയ്യുന്ന അതേ ആസൂത്രിതമായിട്ട് തന്നെയാണ് ഈ പെൺകുട്ടി ചെയ്തത്. അതുകൊണ്ട് തന്നെ മുൻകാല പശ്ചാത്തലമില്ല, ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന് പറയുന്നത് ഒരു ന്യായീകരണമല്ല എന്നുള്ള കോടതിയുടെ നിരീക്ഷണം വളരെ പ്രസക്തമാണ്. ജിന്നുമ്മയെയും സംഘത്തെയും കുടുക്കിയ KJ ജോൺസന്റെ അന്വേഷണ മികവാണ് ഷാരോണിനും നീതി കിട്ടുവാനിടയാക്കിയത്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച നെയ്യാറ്റിൻകര കോടതി പോലീസിന്റെ അന്വേഷണ മികവിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്തു. ഏറ്റെടുക്കുന്ന പ്രമാദമായ കേസുകളെല്ലാം അതിസമർത്ഥമായി തെളിയിക്കുന്ന KJ ജോൺസൺ നിലവിൽ കാസർഗോഡ് DCRB ഡിവൈഎസ്പിയാണ്. കേരളം കാത്തിരുന്ന ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചപ്പോൾ ചർച്ചയാകുന്നത് പോലീസിന്റെ അന്വേഷണ മികവാണ്. കാസർഗോട്ടെ പ്രമാദമായ ഗഫൂർ ഹാജിയുടെ ദുരൂഹ മരണം അന്വേഷിച്ച് ജിന്നുമ്മയെയും സംഘത്തെയും കുടുക്കിയ കാസർഗോഡ് DCRB DYSP KJ ജോൺസന്റെ അന്വേഷണ മികവാണ് ഷാരോണിനും നീതി കിട്ടുവാനിടയാക്കിയത്. നൂതന സാങ്കേതിക വിദ്യകളിലൂടെയാണ് അന്വേഷണ സംഘം ഈ കേസ് തെളിയിച്ചത്. വിധി പ്രസ്താവത്തിനിടെ പോലീസിന്റെ അന്വേഷണ മികവിനെ പ്രത്യേകമായി തന്നെ കോടതി അഭിനന്ദിക്കുകയും ചെയ്തു. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായി D. ശില്പ തിരിച്ചു വന്ന ശേഷം ഇക്കഴിഞ്ഞ നവംബറിൽ KJ ജോൺസൺ തിരുവനന്തപുരത്ത് നിന്നുമാണ് DCRB DYSP ആയി കാസർഗോഡ് എത്തിയത്. തുടർന്നാണ് തെളിയാതെ കിടക്കുകയായിരുന്ന ഗഫൂർ ഹാജി വധക്കേസ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. ഒക്ടോബർ 16-നാണ് ജോൺസൺ കാസർഗോഡ് എത്തിയത്. 2 ആഴ്ച കഴിഞ്ഞ് നവംബർ 1-നാണ് അന്വേഷണം കൈമാറിയത്. വെറും 1 മാസം കൊണ്ടാണ് പ്രതികളായ മന്ത്രവാദിനിയെയും സംഘത്തെയും അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹം ജയിലിലേക്ക് വിട്ടത്. സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി 596 പവൻ സ്വർണം തട്ടിയെടുക്കുകയും ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് ജോൺസന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ടെത്തിയത്. തിരുവനന്തപുരം ഊരൂട്ടമ്പലത്ത് നിന്നും 11 വർഷം മുൻപ് കാണാതായ ദിവ്യയെയും മകൾ ഗൗരിയെയും കൊലപ്പെടുത്തിയ കേസ് ഉൾപ്പെടെയുള്ള മറ്റ് പല കേസുകളും ജോൺസൺ അതിസമർത്ഥമായി തെളിയിച്ചിട്ടുണ്ട്. ഈ കേസുകളിലെല്ലാം ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയും മൊഴികളിലെ പൊരുത്തക്കേടുകളിൽ പിടിച്ചു കയറിയുമാണ് ഇദ്ദേഹം തെളിയിച്ചത്. അന്ന് തിരുവനന്തപുരം റൂറൽ SP ആയിരുന്ന D. ശില്പയാണ് KJ ജോൺസണിലെ അന്വേഷണ മികവ് കണ്ടെത്തി എല്ലാ കേസുകളും ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത്. തെളിയാത്ത കേസുകൾ ഓരോന്നായി തെളിയിച്ചതോടെ കാസർഗോട്ടെ മറ്റ് ചില പ്രമാദമായ കേസുകളും കൂടി ജോൺസനെ ഏൽപ്പിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അധികാരത്തിൽ വന്നാൽ NPS അറബിക്കടലിൽ എന്ന് പറഞ്ഞ ഇടതു സർക്കാർ 8.5 വർഷം പൂർത്തിയാക്കുമ്പോൾ കേരളത്തെ കടക്കിണിയിലാക്കിയെന്ന് KPSTA സംസ്ഥാന പ്രസിഡന്റ് K. അബ്ദുൽ മജീദ്. പാലക്കുന്ന് മാഷ് ഓഡിറ്റോറിയത്തിൽ നടന്ന KPSTA റവന്യൂ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. KPSTA റവന്യൂ ജില്ലാ സമ്മേളനം 2 ദിവസങ്ങളിലായി പാലക്കുന്ന് മാഷ് ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് K. അബ്ദുൽ മജീദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അധികാരത്തിൽ വന്നാൽ NPS അറബിക്കടലിൽ എന്ന് പറഞ്ഞ ഇടത് സർക്കാർ 8.5 വർഷം പൂർത്തിയാകുമ്പോൾ കേരളത്തെ കടക്കണിയിലാക്കിയെന്ന് അബ്ദുൽ മജീദ് പറഞ്ഞു. റവന്യൂ ജില്ലാ പ്രസിഡന്റ് KV വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു.
സംസ്ഥാന സെക്രട്ടറി GK ഗിരീഷ് മുഖ്യഭാഷണം നടത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗം P ശശിധരൻ, K അനിൽകുമാർ, പ്രശാന്ത് കാനത്തൂർ, K ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. റവന്യൂ ജില്ലാ സെക്രട്ടറി സ്വാഗതവും ജോമി T ജോസ് നന്ദിയും പറഞ്ഞു. സമാപന സമ്മേളനം DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അവാർഡ് നേടിയ അധ്യാപകർക്കും സ്വദേശ് മെഗാ ക്വിസ് മത്സരത്തിൽ സംസ്ഥാന വിജയികളായ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ N നന്ദികേശൻ സമ്മാനം നൽകി ആദരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് CM വർഗീസ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി VR വിദ്യാസാഗർ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഗീതാകൃഷ്ണൻ KV, ഭക്തവത്സലൻ, സുകുമാരൻ പൂച്ചക്കാട്, ശ്രീധരൻ വയലിൽ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി PT ബെന്നിയെ പ്രസിഡന്റായും K ഗോപാലകൃഷ്ണനെ സെക്രട്ടറിയായും P ശ്രീജയെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും ജനുവരി 22 നടത്തുന്ന പണിമുടക്ക് സമരത്തിന്റെ പ്രചാരണ ക്യാമ്പയിൻ തൃക്കരിപ്പൂരിലെയും പിലിക്കോട്ടെയും സ്ഥാപനങ്ങളിൽ സംഘടനാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്നു. പിലിക്കോട് പഞ്ചായത്തിൽ നടന്ന ക്യാമ്പയിൻ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ ചെയർമാൻ KM ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. 19% വരുന്ന 6 ഗഡു ക്ഷാമബത്ത അനുവദിക്കുക, 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക നടപ്പിലാക്കുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ നടപ്പാക്കുക, മെഡിസെപ് പദ്ധതി വഴിയുള്ള ചികിത്സ കാര്യക്ഷമമാക്കി സർക്കാർ വിഹിതം ഉറപ്പുവരുത്തുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും 16-ൽ പരം ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് സെറ്റോ നേതാക്കൾ ജീവനക്കാരോട് അഭ്യർത്ഥിച്ചു. വിവിധ സർക്കാർ ഓഫീസുകളിൽ ലഘുലേഖകൾ വിതരണം ചെയ്തു. പിലിക്കോട് പഞ്ചായത്തിൽ നടന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ ചെയർമാൻ KM ജയപ്രകാശ് നിർവഹിച്ചു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ അതുപോലെ തന്നെ അധ്യാപകരെ അവരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിരന്തരം കവർന്നെടുത്തുകൊണ്ട് ദ്രോഹിക്കുകയാണ്. സർക്കാരിന്റെ ജീവനക്കാരോടുള്ള ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ വരുന്ന ജനുവരി 22-ന്, അതായത് മറ്റന്നാൾ, കേരളത്തിലെ സർക്കാർ ജീവനക്കാർ സെറ്റോ സംഘടനയുടെ ബാനറിൽ ഒരു പണിമുടക്ക് നടത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ 6 ഗഡു ക്ഷാമബത്ത കുടിശ്ശികയാണ്, 19% കുടിശ്ശിക. ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റുകളും കൃത്യമായി ജീവനക്കാർക്ക് ക്ഷാമബത്ത കൊടുക്കുമ്പോൾ അത് അനുവദിക്കാൻ തയ്യാറാകാത്ത ഇന്ത്യയിലെ ഒരേയൊരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. NGO അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി M ശ്രീനിവാസൻ, സംസ്ഥാന കമ്മിറ്റി അംഗം CK അരുൺകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് MV നികേഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി M വിജയകുമാർ, തൃക്കരിപ്പൂർ ബ്രാഞ്ച് പ്രസിഡന്റ് PV ബാബുരാജ്, സെക്രട്ടറി ബ്രിജേഷ് ജെറാഡ്, ജോയിന്റ് സെക്രട്ടറി A സുബിൻരാജ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ KSTU സംസ്ഥാന സമ്മേളനം കാസർഗോഡ് പുരോഗമിക്കുന്നു. പ്രതിനിധി സമ്മേളനം ഹാരിസ് ബീരാൻ MP ഉദ്ഘാടനം ചെയ്തു. വെർച്വൽ റിയാലിറ്റിയുടെ കാലത്ത് ഗുരുശിഷ്യ ബന്ധത്തിന്റെ വൈകാരികത തിരിച്ചുപിടിക്കാനുള്ള ശ്രമം അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് ഹാരിസ് ബീരാൻ MP പറഞ്ഞു. തകർക്കരുത് പൊതുവിദ്യാഭ്യാസം, തുടരരുത് നീതി നിഷേധമെന്ന പ്രമേയവുമായി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ KSTU സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഹാരിസ് ബീരാൻ MP ഉദ്ഘാടനം ചെയ്തു. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പ്രതിലോമ നിർദ്ദേശങ്ങളിലൂടെ കേന്ദ്ര സർക്കാരും വിദ്യാഭ്യാസ രംഗത്തെ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് പിൻവാങ്ങി സംസ്ഥാന സർക്കാരും പൊതുവിദ്യാഭ്യാസ മേഖലയെ പിന്നോട്ട് വലിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സാമ്പത്തികമായിട്ടുള്ള അവരുടെ ബാധ്യതയിൽ നിന്ന് പിന്മാറാം, അല്ലെങ്കിൽ ആ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറാം എന്നുള്ള ഒറ്റൊരു സംഗതി കൊണ്ടാണ് അവരത് ചെയ്യാത്തതെന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യത്തിലും അധ്യാപക വിരുദ്ധമായിട്ടുള്ള നയവുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ശമ്പള വർധനവിൻ്റെ കാര്യമായാലും, ഈ പറയുന്ന പോലെ റെഗുലറൈസേഷൻ്റെ കാര്യമായാലും, ട്രാൻസ്ഫറുകളുടെ കാര്യമായാലും, ഹെഡ് മാസ്റ്റർമാരുടെ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യമായാലും, ഒന്നിലും എല്ലാ വിഷയങ്ങളിലും അധ്യാപക വിരുദ്ധമായിട്ടുള്ള നയവുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു സർക്കാരാണ് നാം ഇവിടെ കാണുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലോ, ഒരു ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു തയ്യാറെടുപ്പും കൂടാതെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഗതിയാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് പറയുന്നത്. ആ ദേശീയ വിദ്യാഭ്യാസ നയവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് വിദ്യാർത്ഥിക്കും അറിയില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന്, അധ്യാപകർക്കും അറിയില്ല ഇത് എങ്ങോട്ടാണ് പോകുന്നത്. എല്ലാവരും ഇരുട്ടിൽ തപ്പുന്ന രീതിയിലുള്ള ഒരു ദേശീയ വിദ്യാഭ്യാസ നയമാണ് ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ ശക്തിയുക്തം എതിർക്കേണ്ടത് തന്നെയുണ്ട്. പാർലമെൻറ്റിൽ ഇതിനെ നമ്മൾ ശക്തിയുക്തം എതിർക്കുമെന്ന് മാത്രമല്ല,
അവിടെ നമുക്ക് ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിയമപരമായിട്ടും അതിനെ എതിർക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പറയേണ്ടതും നമ്മളിവിടെ ഒരു പ്രമേയമായിട്ട് അവതരിപ്പിക്കേണ്ടതും. സംഘാടക സമിതി ചെയർമാൻ കളക്ടർ മാഹിൻ ഹാജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KM അബ്ദുല്ല പതാക ഉയർത്തി. AKM അഷ്റഫ് MLA, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി A അബ്ദുറഹ്മാൻ, മണ്ഡലം പ്രസിഡന്റ് മാഹിൻ കേളോട്ട്, യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ, KVT മുസ്തഫ, NK അബ്ദുൽ സലീം, EPA ലത്തീഫ്, മുസ്തഫ വളാഞ്ചേരി, ബഷീർ തൊട്ടിയൻ, S ശോഭിത, ഫസൽ ഹക്ക് എന്നിവർ സംസാരിച്ചു. കൗൺസിൽ മീറ്റിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് I ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. രണ്ടാം ദിനത്തിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനം PMA സലാം ഉദ്ഘാടനം ചെയ്തു. ധർമ്മബോധമില്ലാത്ത ഒരു തലമുറ പുതുതായി വളർന്നു വന്നാൽ അത് രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കും. ആ അരാജകത്വത്തിലൂടെ ലോകത്ത് എല്ലായിടത്തും വളർന്ന പോലെ കമ്മ്യൂണിസം വളർത്താമെന്ന ചിന്തയാണ്. അരാജകത്വം വളർത്തണം. മതബോധമില്ലാത്ത, ധാർമ്മികതയില്ലാത്ത, സാമൂഹ്യ ബന്ധങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത, കുടുംബ ബന്ധം പാലിക്കാൻ ബോധമില്ലാത്തൊരു തലമുറ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരള ഭരണകർത്താക്കൾ. STU ദേശീയ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം, A അബ്ദുറഹ്മാൻ, യഹിയ തളങ്കര, AK സൈനുദ്ദീൻ, കാസർഗോഡ് മുനിസിപ്പാലിറ്റി ചെയർമാൻ അബ്ബാസ് ബീഗം, P മുനീർ ഹാജി, അഷ്റഫ് എടനീർ, TCA ത്വാ ചേരൂർ, VK മൂസ, മാഹിൻ കേളോട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂരിലെ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങളും ഇവിടുത്തെ MCFും കേരളത്തിനാകെ മാതൃകയാണെന്ന് നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ TN സീമ അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ഹരിത കർമ്മസേനയ്ക്കായി ഒരുക്കിയ അജൈവ മാലിന്യ ശേഖരണ കേന്ദ്രത്തിൽ സ്ഥാപിച്ച ബെയിലിംഗ് മെഷീൻ, കൺവെയർ ബെൽറ്റ്, മിനി ക്രെയിൻ, ഇനോക്കുലം യൂണിറ്റ് എന്നിവയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. തൃക്കരിപ്പൂരിലെ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങളും ഇവിടുത്തെ MCFും കേരളത്തിനാകെ മാതൃകയാണെന്ന് നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ TN സീമ അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ഹരിത കർമ്മസേനയ്ക്കായി ഒരുക്കിയ അജൈവ മാലിന്യ ശേഖരണ കേന്ദ്രത്തിൽ സ്ഥാപിച്ച ബെയിലിംഗ് മെഷീൻ, കൺവെയർ ബെൽറ്റ്, മിനി ക്രെയിൻ, ഇനോക്കുലം യൂണിറ്റ് എന്നിവയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. ശാസ്ത്രീയവും മനുഷ്യത്വപരവുമായ സമീപനമാണ് തൃക്കരിപ്പൂരിലെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഹരിത കർമ്മസേനയോട് കാട്ടുന്നതെന്നും അവർ പറഞ്ഞു. കുത്തിയിരുന്നു കൊണ്ടും വല്ലാത്ത തരത്തിൽ കുനിഞ്ഞു നിന്നുകൊണ്ടും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മുട്ടിന്, നടുവിനൊക്കെ പ്രത്യേകിച്ചൊരു 40 വയസ്സ് കഴിയുന്ന സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള പ്രസവം അടക്കമുള്ള ധർമ്മങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ട്. തേയ്മാനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊന്നും ആ തരത്തിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇവർ ഇത്തരത്തിൽ അന്തസ്സുള്ളൊരു തൊഴിലിടം ആവശ്യമുള്ള അല്ലെങ്കിൽ അതിന് അർഹതപ്പെട്ട തൊഴിലാളികളാണ്. അങ്ങനെ നമ്മുടെ ഈ നാട് വലിയ ശുചിത്വമാകാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരാണ് എന്ന തിരിച്ചറിവ് പോലും ഇല്ലാതെ പലരും പ്രവർത്തിക്കുമ്പോൾ അവിടെയൊക്കെ ചെന്ന് ഞാൻ തൃക്കരിപ്പൂരിനെ ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ വിശാലമായ MCF. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ K ബാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷംസുദ്ദീൻ IT, M സൗദ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ C ചന്ദ്രമതി, TS നജീബ്, പഞ്ചായത്ത് അംഗങ്ങളായ M രജീഷ് ബാബു, KV കാർത്യായനി, E ശശിധരൻ, ഫായിസ് ബീരിച്ചേരി, M ഷൈമ, KV രാധ, AK സുജ, N സുധീഷ്, VP സുനീറ, പഞ്ചായത്ത് സെക്രട്ടറി R ബിജുകുമാർ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ SK പ്രസൂൺ, N സുകുമാരൻ, M മാലതി, PV ദേവരാജൻ, P ബാലചന്ദ്രൻ, രജിച്ച കൃഷ്ണൻ, ഹരിതകർമ്മസേന ഭാരവാഹികളായ VV രാജശ്രീ, K ഷീന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ മെട്ടമൽ ബ്രദേഴ്സ് നേതൃത്വത്തിൽ ഇളമ്പിച്ചിയിൽ സംഘടിപ്പിച്ച ഓപ്പൺ ചെസ് ടൂർണമെന്റിൽ അർപ്പിത് S ബിജോയ് ചാമ്പ്യനായി. അന്താരാഷ്ട്ര ചെസ് ഒളിമ്പ്യാഡിൽ പങ്കെടുത്ത ആദ്യ മലയാളിയും ഫിഡെ ചെസ് പരിശീലകനുമായ പ്രൊഫസർ NR അനിൽകുമാർ ഏകദിന ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ സംസ്ഥാന താരങ്ങൾ ഉൾപ്പെടെ 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കളിക്കാർ പങ്കെടുത്ത ഏകദിന ചെസ് ടൂർണമെന്റ് സമാപിച്ചു. മെട്ടമൽ ബ്രദേഴ്സ് ക്ലബ്ബും ചെസ് കേരളയും ജില്ലാ ചെസ് അസോസിയേഷനും ചേർന്ന് സംഘടിപ്പിച്ച ടൂർണമെന്റ് ഫായിക്ക അക്കാദമിയുടെ സഹകരണത്തോടെയാണ് നടന്നത്. ചെസ് ടൂർണമെന്റിന്റെ സീനിയർ വിഭാഗത്തിൽ തൃക്കരിപ്പൂർ സ്വദേശി അർപ്പിത് S ബിജോയ് ചാമ്പ്യനായി. 3.5 വയസ്സുകാരൻ മുതൽ 65 വയസ്സ് കഴിഞ്ഞവർ വരെ പങ്കെടുത്ത ടൂർണമെന്റ് അന്താരാഷ്ട്ര ചെസ് ഒളിമ്പ്യാഡിൽ പങ്കെടുത്ത ആദ്യ മലയാളിയും ഫിഡെ ചെസ് പരിശീലകനുമായ പ്രൊഫസർ NR അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം ചന്ദേര പ്രിൻസിപ്പൽ SA KP സതീഷ് ഉദ്ഘാടനം ചെയ്തു.
സംഘാടക സമിതി ചെയർമാൻ വി ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ ആയിറ്റെ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കമ്പാട്, ക്ലബ് വൈസ് പ്രസിഡന്റ് VV അബ്ദുള്ള, സെക്രട്ടറി VV സുബൈർ, ചെസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി NV രാജേഷ്, C സനൂപ്, CT അബ്ദുൽ വാജിദ്, VV സലാം, മൂസ വിളയാങ്കോട്, PP സൈദു, T അമീർ ഹാജി, M ഷിഹാബ് എന്നിവർ സംസാരിച്ചു. സീനിയർ വിഭാഗത്തിൽ അർപ്പിത് S ബിജോയ് തൃക്കരിപ്പൂർ ജേതാവായി. JP കരൺ ആണ് റണ്ണറപ്പ്. അണ്ടർ 15 വിഭാഗത്തിൽ കോഴിക്കോട് നിന്നുള്ള VP ഹിരൺ കൃഷ്ണ ചാമ്പ്യനായി. പയ്യന്നൂരിൽ നിന്നുള്ള NV ശ്രാവൺ രാജാണ് റണ്ണറപ്പ്. അണ്ടർ 12 വിഭാഗത്തിൽ ഐസൻ C വിനിൽ കോഴിക്കോട് ചാമ്പ്യനായി. നീലേശ്വരത്തെ NS ദേവദർശനാണ് റണ്ണറപ്പ്. അണ്ടർ 9 വിഭാഗത്തിൽ ആലപ്പുഴയിലെ നെയ്തൽ D ആൻസിറ ചാമ്പ്യനായി. കണ്ണൂരിൽ നിന്നുള്ള ദിവിൻ വിജേഷാണ് റണ്ണറപ്പ്. ടൂർണമെന്റിൽ വിവിധ ജില്ലകളിൽ നിന്നായി 350ഓളം പേർ പങ്കെടുത്തു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ആധുനിക കാലത്തെ ക്ഷേത്രങ്ങൾ പോലെ തന്നെ പ്രാധാന്യമുണ്ട് സർവകലാശാലകൾക്കുമെന്ന് എഴുത്തുകാരനും കേസരി മുഖ്യ പത്രാധിപനുമായ ഡോക്ടർ NR മധു അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ ചെറുകാനത്ത് ജനക്ഷേമ സമിതി ഗ്രന്ഥാലയത്തിന് പുതുതായി നിർമ്മിച്ച അടൽജി സ്മൃതി മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക കാലത്തെ ക്ഷേത്രങ്ങൾ പോലെ തന്നെ പ്രാധാന്യമുണ്ട് സർവകലാശാലകൾക്കുമെന്ന് എഴുത്തുകാരനും കേസരി മുഖ്യ പത്രാധിപനുമായ ഡോക്ടർ NR മധു അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ ചെറുകാനത്ത് ജനക്ഷേമ സമിതി ഗ്രന്ഥാലയത്തിന് പുതുതായി നിർമ്മിച്ച അടൽജി സ്മൃതി മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അറിവിനു വേണ്ടി വാതിലുകൾ തുറന്നിട്ട പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രന്ഥശാല പ്രസ്ഥാനം തന്നെ നമ്മുടെ കേരളത്തിന്റെ സവിശേഷമായ ഒരു സാംസ്കാരിക മുന്നേറ്റമാണ്. അക്കാര്യത്തിൽ മലബാർ കുറച്ച് മുമ്പിലാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഒക്കെ കാര്യത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ കാരണം വാഗ്ഭടാനന്ദ സാന്നിധ്യമാണ്. ഈ മലബാറിൽ നമ്മുടെ കേരളത്തിന്റെ മുഴുവൻ സാംസ്കാരിക ചരിത്രം പരിശോധിച്ചാൽ സാംസ്കാരിക നായകന്മാരുടെ, നവോത്ഥാന നായകന്മാരുടെ എണ്ണം കൊണ്ട് തെക്കൻ കേരളം സമ്പന്നമാണെങ്കിലും വാഗ്ഭടാനന്ദനെ പോലെയുള്ള പ്രമുഖനായ ഒരു സാംസ്കാരിക നവോത്ഥാന നായകൻ ഈ മലബാറിന്റെ മണ്ണിനെ ഉഴുതുമറിച്ചതുപോലെ കേരളത്തിൽ ഏറെ സാംസ്കാരിക നായകന്മാർ പരിശ്രമിച്ചിട്ടില്ല. ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ KV മോഹനൻ അധ്യക്ഷത വഹിച്ചു. വായനാശാലയുടെ ആദ്യ പ്രസിഡന്റ് C കുഞ്ഞിക്കണ്ണന്റെ ഫോട്ടോ ഗ്രന്ഥാലയ ഹാളിൽ ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P വേണുഗോപാലൻ അനാച്ഛാദനം ചെയ്തു. ഗ്രന്ഥശാല സംഘം കാസർഗോഡ് ജില്ലാ മുൻ പ്രസിഡന്റ് P അമ്പു മാസ്റ്ററെയും കെട്ടിടം രൂപകൽപ്പന ചെയ്ത M ബിജുവിനെയും ആദരിച്ചു. ജനറൽ കൺവീനർ A രാജീവൻ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി PV ദിനേശൻ, സാഹിത്യകാരൻ ചന്ദ്രൻ മുട്ടത്ത്, ചിത്ര രാജീവൻ, K ശശികല എന്നിവർ സംസാരിച്ചു. കെട്ടിടോദ്ഘാടനത്തിന് മുന്നോടിയായി തൃക്കരിപ്പൂർ ടൗണിൽ നിന്നും ചെറുകാനത്തേക്ക് ചെണ്ടമേളത്തിന്റെയും മുത്തുകുടയുടെയും അകമ്പടിയോടെ സാംസ്കാരിക ഘോഷയാത്ര നടന്നു. രാത്രി ഫ്യൂഷൻ ഡാൻസും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 30 വർഷങ്ങൾക്ക് ശേഷം അവർ കലാലയമുറ്റത്ത് ഒത്തുകൂടിയപ്പോൾ പഴയ ഓർമ്മകളുടെ സുഗന്ധം നിറഞ്ഞു. കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1994-95 അധ്യയന വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് 30 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്കൂൾ മുറ്റത്തെത്തിയത്. ഗുരുവന്ദനം, പുസ്തക പ്രകാശനം, കലാപരിപാടികൾ, വിനോദ പരിപാടികൾ എന്നിവ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തെ ശ്രദ്ധേയമാക്കി. 30 വർഷങ്ങൾക്ക് ശേഷം പഴയ ആ സൗഹൃദ മഴ നനയുവാൻ കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1994-95 അധ്യയന വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും സ്കൂൾ മുറ്റത്തെത്തിയപ്പോൾ പഴയ ഓർമ്മകളുടെ സുഗന്ധം നിറഞ്ഞു. ഞായറാഴ്ച രാവിലെയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ 30 വർഷമെന്ന ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു വട്ടം കൂടി വിദ്യാലയ തിരുമുറ്റത്തെത്തിയത്. സ്നേഹസംഗമം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വന്ദേമാതരം ഗാനത്തോടെ ആരംഭിച്ചു. തുടർന്ന് 30 വർഷത്തിനു മുൻപുള്ള സ്കൂൾ കാലത്തെ അനുസ്മരിച്ച് സ്കൂൾ അസംബ്ലി നടത്തുകയും പൂർവ്വ വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ക്ലാസ് ലീഡറും ഹെഡ്മാസ്റ്ററും അഭിവാദ്യങ്ങൾ സ്വീകരിച്ചു. തുടർന്ന് വിടവാങ്ങിയ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി 1 മിനിറ്റ് മൗനമാചരിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ബാലകൃഷ്ണജി പ്രാവിനെ അനന്തവിഹായസിലേക്ക് പറത്തിവിട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങളുടെ ജീവിതത്തിൽ നേടിയ നേട്ടങ്ങളെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ അത് സൗഹൃദം പങ്കുവയ്ക്കലിനപ്പുറത്ത് പുതുതലമുറയിലെ വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകുന്ന കാര്യം കൂടിയായി മാറി.
ചടങ്ങിൽ ആയിഷ ബിൻത്ത് റഹ്മാൻ എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്തു. അബ്ദുൽ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു. ഗുരുവന്ദന പരിപാടിയിൽ അധ്യാപകരെ ഷാളണിയിച്ച് മെമൻറ്റോ നൽകി ആദരിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം വിവിധ കലാപരിപാടികൾ, വിനോദ പരിപാടികൾ, പഴയ ഓർമ്മകളുടെ മധുരം നിറച്ച് ഫോട്ടോ, വീഡിയോ പ്രദർശനം എന്നിവയും നടന്നു. അന്നത്തെ അധ്യാപകരായ ഈശ്വര മാസ്റ്റർ, ആനന്ദ് മാസ്റ്റർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപിക സോഫിയ, സ്കൂൾ പ്യൂൺ വിശ്വനാഥ്, അധ്യാപകരായ ഗായത്രി, സുനിത, സപ്തേശ്വരി, ശ്രീമതി, സരസ്വതി, നളിനി, പ്രസന്ന, ശ്യാമള, ശശികല, ഗുലാബി, ലീല, രമണി, മേഴ്സി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപിക അനിത ടീച്ചർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. യതീഷ, ദിനേശ്, പ്രശാന്ത്, ഗഫൂർ, നവാസ് തങ്കൽ, നവാസ്, പുത്തു ബച്ചാലികെ തുടങ്ങിയവർ നേതൃത്വം നൽകി. അഷ്റഫ് കുഞ്ചത്തൂർ സ്വാഗതവും നവാസ് നന്ദിയും പറഞ്ഞു. അങ്കിത പരിപാടി നിയന്ത്രിച്ചു. ദേശീയ ഗാനത്തോടെ പരിപാടി സമാപിച്ചു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരം ബായാർ പദവിലെ ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിന്റെ ദുരൂഹ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. മുഹമ്മദ് ആസിഫിന്റെ മാതാവ് സക്കീന മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ബായാർ പദവിലെ ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിന്റെ ദുരൂഹ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ. മരിച്ച യുവാവിൻ്റെ മാതാവ് സക്കീന മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉത്തംദാസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും. മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് CPM നേതാക്കൾ വഴിയാണ് മാതാവ് സക്കീന പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയത്. ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപയെ നേരിട്ട് കണ്ടും പരാതി നൽകിയിരുന്നു. ജനുവരി 15 പുലർച്ചെയാണ് ആസിഫിനെ ടിപ്പർ ലോറിക്കുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. യുവാവിൻ്റെ ശരീരത്തിൽ കണ്ട പരിക്കുകളാണ് യുവാവിൻ്റെ മരണം കൊലപാതകമോ എന്ന സംശയങ്ങൾക്ക് ഇടവരുത്തുന്നത്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം അഷ്ടബന്ധ കലശോത്സവത്തിന്റെ ഭാഗമായി വോളണ്ടിയർ കൺവെൻഷൻ സംഘടിപ്പിച്ചു. എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി ഉദ്ഘാടനം ചെയ്തു. മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം അഷ്ടബന്ധ കലശ ഉത്സവത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വോളണ്ടിയർ കൺവെൻഷൻ സംഘടിപ്പിച്ചു. എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി ഉദ്ഘാടനം ചെയ്തു. ದೇವಸ್ಥಾನ ಜೀರ್ಣೋದ್ಧಾರ ಆಗಬೇಕಿದ್ರೆ ಅದಕ್ಕೆ ಆರ್ಥಿಕವಾದಂಥ ಸಂಪನ್ಮೂಲಗಳು ಬಹಳ ಅಗತ್ಯವಾಗಿರ್ತದೆ. ಅದಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ಅದರ ಕಾರ್ಯಗಳು ಜೀರ್ಣೋದ್ಧಾರ ಇರ್ಬೋದು, ಆ ನಂತರದಲ್ಲಿ ಬ್ರಹ್ಮಕಲಶಾದಿ ಕಾರ್ಯಕ್ರಮಗಳಿರ್ಬೋದು. ಅದು ಅಚ್ಚುಕಟ್ಟಾಗಿ ಯಾವುದೇ ಲೋಪವಿಲ್ಲದೆ ನೆರವೇರಬೇಕಿದ್ರೆ ಮಾನವ ಸಂಪನ್ಮೂಲ ಅಗತ್ಯ. ಅದರಲ್ಲೂ ನಮ್ಮ ಊರಿನ ಸೀಮೆಯ 4 ದೇವಸ್ಥಾನಗಳಲ್ಲಿ ಪ್ರಾಮುಖ್ಯವಾದಂತಹ ಮಧೂರು ದೇವಸ್ಥಾನದ ಬ್ರಹ್ಮಕಲಶೋತ್ಸವ ಅಂದರೆ ನಾಡಿನಾದ್ಯಂತ ಮತ್ತು ನಾಡಿನ ಹೊರಗೆ ಕೂಡ ಅದರ ಬಗ್ಗೆ ಬಹಳಷ್ಟು ಜನ ನಿರೀಕ್ಷೆ ಇಟ್ಕೊಂಡಿರ್ತಾರೆ. ബ്രഹ്മകലശ ഉത്സവ സമിതി അധ്യക്ഷൻ ഡോക്ടർ BS റാവു അധ്യക്ഷത വഹിച്ചു. നളീൻ കുമാർ കട്ടീൽ, കച്ചമ്പാടി സുബ്രഹ്മണ്യ ഭട്ട്, ജയദേവ കണ്ടികെ, മഞ്ജുനാഥ കാമത്ത്, രത്തൻ കുമാർ കാമട, മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ, സുനിൽ കുതിരപ്പാടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പുലിക്കുന്ന് മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലെ തിരുവപ്പന മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനും തിരുവപ്പന വെള്ളാട്ടം ദർശിക്കുവാനും നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. കാസർഗോഡ് പുലിക്കുന്ന് ആനവാതുക്കലിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ ഈ വർഷത്തെ തിരുവപ്പന ഉത്സവം 3 ദിവസങ്ങളിലായി ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു. ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. ഞായറാഴ്ച പുലർച്ചെ 5 മണി മുതൽ തിരുവപ്പന വെള്ളാട്ടം ഭക്തർക്ക് ദർശനം പകർന്നു.
തുടർന്ന് കലശം, പ്രസാദ വിതരണം എന്നിവ നടന്നു. മല കയറ്റൽ, ദീപാരാധന, ഭജന തുടങ്ങിയ വിവിധ ചടങ്ങുകളോടെയും പരിപാടികളോടെയും ഉത്സവത്തിന് രാത്രിയോടെ സമാപനം കുറിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 351 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. അരങ്ങിൽ നിറഞ്ഞാടി അസുരാളൻ തെയ്യത്തിന്റെ വെള്ളാട്ടം. മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന മെഗാ തിരുവാതിരയും ശ്രദ്ധേയമായി. ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന് കൊടിയേറ്റത്തോടെ ഭക്തിസാന്ദ്രമായ തുടക്കം. 351 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തെ വിപുലമായ ഒരുക്കങ്ങളോടെയാണ് വരവേറ്റിരിക്കുന്നത്. കളിയാട്ടത്തിന്റെ ഭാഗമായി അസുരാളൻ തെയ്യത്തിന്റെ വെള്ളാട്ടം അരങ്ങിലെത്തി. കളിയാട്ടത്തിന്റെ ഭാഗമായി നടന്ന മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. 6 ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ടത്തിൽ വ്യത്യസ്തങ്ങളായ തെയ്യങ്ങൾ കെട്ടിയാടും. വിപുലമായ സൗകര്യങ്ങളാണ് കളിയാട്ട സ്ഥലത്ത് ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്പെഷ്യൽ ഒളിമ്പിക്സ് നടത്ത മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ ഞാണിക്കടവിലെ NK സ്നേഹയെ കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. കേരള സ്പെഷ്യൽ ഒളിമ്പിക്സ് നടത്ത മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ ഞാണിക്കടവിലെ NK സ്നേഹയെ കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അനുമോദിച്ചത്. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സ്നേഹയെ പൊന്നാടയണിയിച്ച് ഉപഹാര സമർപ്പണം നടത്തി. EV പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ചെയർമാൻ രാഘവൻ കുളങ്ങര, JK കൃഷ്ണൻ മാസ്റ്റർ, രാമകൃഷ്ണൻ മോനാച്ച, T മനോഹരൻ, O മോഹനൻ കുമാർ, CP ഉണ്ണികൃഷ്ണൻ, K കമലാക്ഷി, TV ശ്യാമള, VV രാജൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചന്ദ്രൻ ഞാണിക്കടവ് സ്വാഗതവും സൂര്യപ്രഭ കാഞ്ഞങ്ങാട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുമ്പള ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ നഗരം കേന്ദ്രീകരിച്ച് 3ാം ഘട്ട ശുചീകരണം നടത്തി. കണിപ്പുര ഗോപാലകൃഷ്ണ ക്ഷേത്ര വാർഷികോത്സവവുമായി ബന്ധപ്പെട്ടുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ശുചീകരണവുമായി ഇവർ മുന്നിട്ടിറങ്ങിയത്. കണിപ്പുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് കുമ്പളയിലുണ്ടായ മാലിന്യങ്ങൾ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെയും CPIM കുമ്പള ലോക്കൽ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ശുചീകരിച്ചു. കുമ്പള ടൗണിനകത്ത് മാലിന്യങ്ങൾ കുന്നുകൂടുന്ന അവസ്ഥയാണുള്ളതെന്നും ഇത് നീക്കം ചെയ്യുന്നതിനും ടൗൺ ശുചീകരിക്കുന്നതിനും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ഇടപെടലുകളും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് തങ്ങൾ മുന്നിട്ടിറങ്ങിയതെന്ന് പ്രവർത്തകർ പറഞ്ഞു. ഡിവൈഎഫ്ഐ കാലങ്ങളായി കേരളത്തിനകത്ത് നടത്തി വരുന്നിട്ടുള്ള സന്നദ്ധ സേവനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം കുമ്പളയിലും ഏറ്റെടുത്ത് നടത്തുകയാണ്. ഇതിൻ്റെ ഭാഗമായി കുമ്പളക്കകത്തുള്ള മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളതാണ്. ഏകദേശം 6,000-ലധികം കുട്ടികളും അതുപോലെ തന്നെ പൊതുജനങ്ങളും വന്നു പോകുന്ന ടൗണിനകത്ത് മാലിന്യം നീക്കം ചെയ്തതിനു വേണ്ടി കാലങ്ങളായി കുമ്പള പഞ്ചായത്തിനകത്ത് ഒരു തീരുമാനവും അധികൃതർക്ക് കൈക്കൊള്ളാനായിട്ടില്ല. അതിൻ്റെ ഒരു പ്രതിഷേധം കൂടിയാണ് ഡിവൈഎഫിൻ്റെ ഭാഗത്തുനിന്നായിട്ടുള്ളത്. ഇന്ന് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ പുരോഗമന പ്രസ്ഥാനമായിട്ടുള്ള CPIM നേതൃത്വത്തിൽ ഇന്ന് ഒരു ജനകീയ ശുചീകരണം എന്ന രീതിയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയിട്ടുള്ളത്. ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ മാസത്തിൽ 2 തവണ ടൗൺ ശുചീകരണം ഡിവൈഎഫ്ഐ കുമ്പള മേഖലാ കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹൊസ്തൂർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൂലോം റോഡിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാഹനാപകടം പതിവാകുന്ന കൂലോം റോഡിൽ നിന്ന് അരയി റോഡിലായിരുന്നു കോൺവെക്സ് മിറർ സ്ഥാപിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് പത്മനാഭൻ T അധ്യക്ഷത വഹിച്ചു. നാസർ കൊളവയൽ, വെള്ളരിക്കുണ്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിനേശൻ, അനിൽ മടിക്കൈ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി വിനോദ് കുമാർ N സ്വാഗതവും ക്ലബ്ബ് മുൻ പ്രസിഡന്റ് വിനോദ് കുമാർ HG നന്ദിയും പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പനങ്കാവ് പാടശേഖരത്തിൽ പയർ കൃഷിക്ക് തുടക്കമായി. വയലിൽ വിത്തിട്ടുകൊണ്ട് ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പനങ്കാവ് പാടശേഖരത്തിൽ പയർ കൃഷിക്ക് തുടക്കമായത്. ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയ്മലിന്റെ അധ്യക്ഷതയിൽ വയലിൽ വിത്തിട്ടുകൊണ്ട് ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ലോഹിതാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൺകറന്റ് ഓഡിറ്റർ കണ്ണൻ, മുൻ ബാങ്ക് പ്രസിഡന്റ് എ മോഹനൻ നായർ, ബാങ്ക് ഡയറക്ടർമാരായ വി സുധാകരൻ, ടി കുഞ്ഞികൃഷ്ണൻ, അബ്ദുൾ ഗഫൂർ മുറിയനാവി, അബ്ദുൾ കരീം കല്ലൂരാവി, ഭാസ്കരൻ കെ, സുബൈദ പി, സരോജ പി, അസീന പടന്നക്കാട്, കുഞ്ഞിക്കണ്ണൻ നായർ, രാജൻ ഐങ്ങോത്ത്, പ്രദീപൻ ഐങ്ങോത്ത്, ദിലീപ് കുമാർ ഐങ്ങോത്ത്, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപ് കുമാർ HR, ചീഫ് അക്കൗണ്ടന്റ് അനിത കെ, ഇന്റേണൽ ഓഡിറ്റർ വി ഗീത, ബാങ്ക് ജീവനക്കാരായ രതീഷ് OV, റോഷൻ ഐങ്ങോത്ത്, വിക്രമൻ ഐങ്ങോത്ത് എന്നിവർ സംസാരിച്ചു. ബാങ്ക് ഡയറക്ടർ NK രത്നാകരൻ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി KP നസീമ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷാരോൺ രാജ് വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതിന് പിന്നാലെ പ്രതികരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥയും കാസർഗോഡ് ജില്ലാ പോലീസ് ചീഫുമായ ടി ശില്പ. വിധിയിൽ സന്തോഷമുണ്ടെന്നും പ്രോസിക്യൂഷന്റെയും ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെയും വിജയമാണിതെന്നും ശില്പ. ഷാരോൺ രാജ് വധക്കേസിലെ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നതായി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനും കാസർഗോഡ് DCRB DYSPയുമായ KJ ജോൺസൺ. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക മാത്രമല്ല, കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താനും അന്വേഷണ സംഘത്തിന് സാധിച്ചുവെന്നും ജോൺസൺ. ഷാരോണിന് നീതി ലഭിച്ചത് ജിന്നുമയെയും സംഘത്തെയും കുടുക്കിയ KJ ജോൺസന്റെ അന്വേഷണ മികവിൽ. കാസർഗോഡ് പോലീസിന്റെ അഭിമാനമായി DCRB DYSP. KPSTA റവന്യൂ ജില്ലാ സമ്മേളനം പാലക്കുന്ന് നടന്നു. ഇടതു സർക്കാർ 8.5 വർഷം പൂർത്തിയാക്കുമ്പോൾ കേരളത്തെ കടക്കിണിയിലാക്കിയെന്ന് സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൾ മജീദ്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്ക് സമരം. തൃക്കരിപ്പൂരിലെയും പിലിക്കോട്ടെയും സ്ഥാപനങ്ങളിൽ പ്രചാരണ ക്യാമ്പയിൻ നടന്നു. KSTU സംസ്ഥാന സമ്മേളനം കാസർഗോഡ് പുരോഗമിക്കുന്നു. പ്രതിനിധി സമ്മേളനം ഹാരിസ് ബീരാൻ MP ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.